ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് കുതിരവാലി അഥവാ കവടപ്പുല്ല് ബാണിയാർഡ് മില്ലറ്റ് ആണ്. നമ്മൾ ഇത് സോക്ക് ചെയ്യുന്നതിന് മുമ്പേ 3 തവണ കഴുകിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. എല്ലാ മില്ലറ്റ്സും തന്നെ 6 to 8 hours സോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ മില്ലറ്റ് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഈ മില്ലറ്റ് കുതിർന്ന വെള്ളം കളഞ്ഞിട്ട് മില്ലറ്റ് ഒന്നുകൂടെ റിൻസ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചെരുവത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് നമ്മുടെ മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. അല്പം കല്ലുപ്പ് ചേർത്തിട്ട് അടച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാനായിട്ട് വയ്ക്കാം. 15 മിനിറ്റ് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ മില്ലറ്റ് തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മില്ലറ്റ് വെന്തിട്ടുണ്ട്. കഞ്ഞിയായിട്ട് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ തന്നെ കുടിക്കാം, അല്ലെങ്കിൽ ചോറ് വാർക്കുന്ന പോലെ വാർത്തതിന് ശേഷം കഴിക്കാം. അടുത്തതായി നമ്മൾ വാഴയ്ക്ക ഉലർത്തിയതുണ്ടാക്കാനായിട്ട് വാഴക്കൊലയിൽ നിന്നും വാഴയ്ക്ക പറിച്ചെടുക്കുകയാണ്. ഒരു വാഴയ്ക്ക ഉലർത്തിയതുണ്ടാക്കാനായിട്ട് ഒരു 10 വാഴയ്ക്ക ആവശ്യമുണ്ട്. ഇനി നമ്മൾ പറിച്ച വാഴയ്ക്കയുടെ തൊലി കളയാനായിട്ട് പോവുകയാണ്. തൊലി കളയുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വാഴയ്ക്കയുടെ കറ നമ്മുടെ ദേഹത്ത് പറ്റാതിരിക്കാനും പിന്നെ കത്തി വെച്ച് നമ്മുടെ കൈ മുറിയാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് തൊലി കളയാം. തൊലി കളഞ്ഞതിന് ശേഷം വാഴയ്ക്കയുടെ 2 അറ്റം ഇതുപോലെ മുറിച്ച് കളഞ്ഞതിന് ശേഷം ഒരു മൺചട്ടിയിൽ വെള്ളം നിറച്ച് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ വാഴയ്ക്ക് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ഈ വാഴയ്ക്ക് നമുക്ക് തിരിച്ച് ആ വെള്ളത്തിലേക്ക് തന്നെ ഇടാം. അരിഞ്ഞു വെച്ച വാഴയ്ക്ക സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പും കല്ലുപ്പാണ് ചേർക്കേണ്ടത്, കുറച്ച് മുളക് പൊടിയും, അതിനുശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ ഒരിച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് വാഴയ്ക്ക ഇട്ട് കൊടുക്കാം. വാഴയ്ക്ക ഉലർത്ത് വെന്ത് വരുന്നുണ്ട്. നമ്മുടെ ചൂട് മില്ലറ്റ് കഞ്ഞിയും വാഴയ്ക്ക ഉലർത്തും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചക്കക്കുരുത്തോരൻ, മുട്ട പൊരിച്ചത്, അച്ചാറ്, മത്തി കറി വെച്ചത്, മത്തി വറുത്തത്. നമ്മൾ പാള പ്ലേറ്റിലാണ് കഴിക്കുന്നത്. So thanks for watching. Please like, share and subscribe our video. VDs is bye bye.